നമുക്ക് കുരിശടയാളം വരച്ചുകൊണ്ട് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അങ്ങ് ദാനമായി നൽകിയ ഈ പ്രഭാതത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങളായിരിക്കുന്നു. വിളിച്ചുണർത്തി ഈ സമയം വരെ കാത്തു പരിപാലിച്ചതിനും ഈ പ്രാർത്ഥന കേൾക്കാൻ അനുവദിക്കുന്നതിനും നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം 22-ാം തിരുവചനം: അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഓ കർത്താവേ, ഈ സമയം അങ്ങെന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ. എന്നെ ഒന്ന് നോക്കണേ ഈശോ. എന്നെ ഒന്ന് സ്പർശിക്കണേ ഈശോ. എൻ്റെ നിലവിളികളുടെ മുൻപിൽ നിന്നു പോകുന്ന, മുഖം തിരിക്കാത്ത ഒരു ദൈവത്തെയാണല്ലോ ഈ സമയം ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തോടാണല്ലോ ഞാനിപ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തോടാണല്ലോ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ, എൻ്റെ മുഖമൊന്ന് വാടിയാൽ എൻ്റെ ദൈവത്തിനത് ഒത്തിരി സങ്കടമാണ്. നിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ ഒരു നെടുവീർപ്പ് മതി അവനവിടെ നിൽക്കുവാൻ. വഴിയരികിലിരിക്കുന്ന അന്ധയാചകൻ്റെ നിലവിളിക്ക് മുൻപിലും യേശു നിന്നു പോകുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ എത്രയോ നിലവിളികൾക്ക് മുൻപിൽ ഈശോ ഇറങ്ങി വന്നിട്ടുണ്ട്. മക്കളെ ഓർത്ത്, ഈശോയെ, നിൻ്റെ മുൻപിൽ ഞാൻ ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കാത്തതോർത്ത്, സ്നേഹിക്കാത്തതോർത്ത് ഞാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ എന്നെ കരുതാത്തതോർത്ത് എൻ്റെ ഉള്ളു പിടഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഭാരത്താൽ, കടബാധ്യതകളാൽ, താങ്ങാൻ പറ്റാത്ത സങ്കടത്താൽ എൻ്റെ ശിരസ് കുനിഞ്ഞു പോയ അവസ്ഥകളുണ്ട്. സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആരും എന്നെ മനസ്സിലാക്കാത്തപ്പോഴും എൻ്റെ തമ്പുരാനെ, നിൻ്റെ മുൻപിൽ മാത്രമാണ് ഞാൻ ഹൃദയം പൊട്ടി നിലവിളിച്ചിട്ടുള്ളത്. എൻ്റെ നിലവിളികൾക്ക് മുൻപിൽ നീ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 56-ാം തിരുവചനമാണ്. ഘാതകർ തന്നെ കല്ലെറിയുമ്പോൾ തൻ്റെ മരണസമയത്ത് ദൈവപിതാവിൻ്റെ വലതുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നതായി സ്തേഫാനോസ് കാണുകയാണ്. ഇവിടെ നോക്കിക്കേ, തൻ്റെ മകൻ കല്ലേറുകൊണ്ട് രക്തമൊഴുകുന്ന അവൻ്റെ മുറിവ് കണ്ട് സ്വസ്ഥമായി ഇരിക്കാനാകാതെ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏതപ്പനാണ് മകൻ കൺമുൻപിൽ കൊല്ലപ്പെടുന്നത് കണ്ട് ഇരുപ്പുറപ്പിക്കുക, അല്ലേ? അനുദിനം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. വൈദികൻ്റെ കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന അപ്പത്തിൽ യേശു നിന്റെ നിലവിളികൾക്ക് കാതോർത്ത് നിൽക്കുന്നു. ഇന്ന് വിശുദ്ധ ബലിക്കായിട്ട് നീ കടന്നു പോകുമ്പോൾ ഓർക്കണം, മുറിയുന്ന ആ അപ്പത്തിലെ നിന്റെ ദൈവത്തിൻ്റെ സ്നേഹം. പ്രധാനാചാര്യൻ്റെയും ന്യായാധിപ സംഘത്തിൻ്റെയും പീലാത്തോസിൻ്റെയും ഒക്കെ മുൻപിൽ വിചാരണയ്ക്ക് നിൽക്കപ്പെട്ട യേശുവിൻ്റെ സ്നേഹം ഇന്ന് നിനക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ആ സക്രാരിയിൽ. ആ ഈശോയോട് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. എന്നെ അനുഗ്രഹിക്കുവാനായി ഈശോ ഈ സമയം എൻ്റെ അരികിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. എന്നെ അനുഗ്രഹിക്കുവാനായി ഈശോ ഈ സമയം എൻ്റെ അരികിലേക്ക് നീ വരണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായി ഈശോ ഈ സമയം നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാനായി ഈശോ ഈ സമയം നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അരികിലേക്കൊന്ന് വരണമേ. എൻ്റെ ജീവിത പങ്കാളിയെ,
എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കൂടപ്പിറപ്പുകളെ ഒക്കെ ഒന്ന് അനുഗ്രഹിക്കുവാനായിട്ട് ഈശോ ഈ പ്രഭാതത്തിൽ നീ അവരുടെ അരികിലേക്ക് ഒന്നിറങ്ങി വരണേ ഈശോയെ. അവരുടെ അടുത്തായിട്ട് വന്നൊന്നിരിക്കണേ ഈശോയെ. സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഈശോ. അങ്ങയിലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത്? അങ്ങയോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ടത്? ഈശോയെ, ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെല്ലാം നിൻ്റെ മുൻപിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ആരോടും പറയാതെ ഞങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങളുണ്ട് ഈശോയെ. മറ്റാരും അതറിഞ്ഞില്ലെങ്കിലും എൻ്റെ ഈശോ അതെല്ലാം അറിയുന്നുണ്ട്. എല്ലാം അറിയുന്ന നിൻ്റെ മുൻപിൽ ഒന്നും ഏറ്റു പറയേണ്ട എന്ന് എനിക്കറിയാം. എങ്കിലും ഈശോയെ, ഇതാ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾ നിൻ്റെ കൂടെ ആയിരിക്കട്ടെ. മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ. ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയമകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നീ ഭയപ്പെടേണ്ട. എന്നെ വിളിക്ക്. നിന്റെ പ്രതിസന്ധികളിലേക്ക് നീ എന്നെ വിളിക്ക്. ഞാൻ ഇറങ്ങി വരും. ജീവിതത്തിലെല്ലാ മനുഷ്യരും നിസ്സഹായരായി പോകുന്ന അപൂർവം ചില അവസരങ്ങളുണ്ട്. ആരും കൂടെയില്ലാത്ത അവസ്ഥ, എപ്പോഴും ഉണ്ടാവുമെന്ന് കരുതുന്നവർ പോലും കൈയൊഴിയുന്ന അവസ്ഥ, ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. കാരണം അത്രയുമായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള പ്രതിസന്ധികൾ. എന്നാൽ അപ്പോഴെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമ്മുടെ അരികിലുണ്ട്. അധിക ബലം നൽകാനും മുന്നോട്ട് കുതിക്കാനും നമുക്ക് ദൈവം ശക്തി നൽകുന്നുണ്ട്. പക്ഷേ നാം അവിടുത്തെ വിശ്വസിക്കണമെന്ന് മാത്രം. നാം അവിടുത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പ്രതിസന്ധികളിലേക്ക് വിളിക്കണം. ഇതിനേറ്റവും സഹായകരമായ ഒന്നാണ് 46-ാം സങ്കീർത്തനം. ഇന്ന് ഈശോ നമ്മോടെല്ലാം പറയുന്നത് നീ ഇന്ന് ഈ സങ്കീർത്തനം വായിച്ചു പ്രാർത്ഥിക്കാനാ. ദൈവം നമ്മോട് കൂടെ എന്നതാണ് ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ ശീർഷകം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത് പോലും. ഈ സങ്കീർത്തന ഭാഗം നമുക്ക് തരുന്ന ആശ്വാസവും ശക്തിയും വളരെ വലുതാണ്. അതുകൊണ്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അതെത്ര വലുതോ എത്ര ദൈർഘ്യമേറിയതോ ആവട്ടെ, അതിനെ നേരിടാനും ആശ്വാസം കൈവരിക്കാനും ഈ സങ്കീർത്തന ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ വരും. വിശ്വാസത്തോടെ ഈ സമയം ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീണ്ട നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക്, ഏറെ നാളായിട്ടും പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ഞങ്ങളുടെ ചില നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയെ പ്രഭാതത്തിൽ ചൊരിയണം. ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങണം. കർത്താവേ, അതിനായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ. ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട്
അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് 46 സങ്കീർത്തനം ഏറ്റുചൊല്ലി പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവീൻ, കർത്താവിൻ്റെ പ്രവർത്തികൾ കാണുവീൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവീൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ദൈവമായ കർത്താവിന് സ്തുതി. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കൂടെയുള്ള, നമ്മെ അധികമായി സ്നേഹിക്കുന്ന, നമ്മുടെ പ്രതിസന്ധികളെയെല്ലാം അറിയുന്ന ആ നല്ല കർത്താവിനെ നമുക്കൊരു നിമിഷം ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായം 30 തിരുവചനം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുന്ന് അതിനുമുപരിയാണ്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവീൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. എല്ലാ സ്തുതിക്കും അർഹനായ ദിവ്യകാരുണ്യേശോയെ ഈ സമയം നമുക്കൊന്നിച്ചൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. സ്തുതി, 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 സ്തുതി. ഈശോയേ, 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 ഈശോയേ. മക്കളിതാ ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവേ ഈ പ്രഭാതത്തിൽ നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണേ ഈശോയെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി അവിടുന്ന് ഇറങ്ങി വരണമേ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായിരിക്കെ സ്വയം ശൂന്യനാക്കി മനുഷ്യനായി പിറന്ന എൻ്റെ യേശുവേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉണ്ണി യേശുവിനെ ആദ്യമായി കൈകളിലെടുത്ത് ആരാധിച്ച പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസപിതാവിനോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഇന്നേ ദിന ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കുരിശിൻ ചുവട്ടിൽ നിന്ന് യേശുവിനോടൊപ്പം സഹിച്ച പരിശുദ്ധ അമ്മയോടും ഭക്ത സ്ത്രീകളോടും യോഹന്നാനോടും ചേർന്ന് ഓ യേശുവേ ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്കും അറിഞ്ഞിട്ടും ഉപേക്ഷിച്ചും എതിർത്തും ജീവിക്കുന്നവർക്കും വേണ്ടി കർത്താവെ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന.
യേശുവേ നന്ദി. തിന്മയുടെ ശക്തി ആരാധിക്കുന്നവരുടെ പാപപരിഹാരത്തിനായി ഈ സമയം ഞങ്ങൾ കരുണയ്ക്കായി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുന്നു. ബ്ലാക്ക് മാസിലൂടെ വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്ന മക്കളുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയെ ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ. ഈശോയെ ഈ സമയം ഞങ്ങളങ്ങേ സ്നേഹിക്കട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന. തിന്മയുടെ ശക്തി ആരാധിക്കുന്നവരുടെ പാപ പരിഹാരത്തിനായി കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ. രോഗപീഠകളും ദുഃഖ ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ശാന്തിയും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി ഈശോയെ ഞങ്ങളങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. ഈശോയെ എല്ലാ രോഗികളെ ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ, സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. അവരുടെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ ഈശോയുടെ പരിശുദ്ധ രക്തമൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി. മഹത്വ 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 മഹത്വം ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ അങ്ങേ ആരാധിക്കാനായിട്ട് ഈ പ്രഭാതം ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു ഈശോയെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ 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 ഹാലലുയ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനിലേക്കും ദൈവ കരുണയും മണിക്കൂറിൽ ചൊരിയപ്പെടട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലുയ 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 ഹാലലുയ. ഈശോയെ ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവ്യകാരുണ്യ ആരാധനകളുടെയും ദിവ്യ ജപമാലകളുടെയും അഭിഷേകത്തോട് ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ഈശോയെ, എൻ്റെ ഈശോയെ ഈശോയെ ഈശോയെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ ഇവരുടെ വേദനകളെ അവിടുന്ന് കാണണമേ, ഇവരുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ ഈശോയെ എന്നോട് ഇവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയോഗത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ കരുണ ഒഴുക്കണേ ഈശോ. സ്വർഗം തുറന്നിപ്പോൾ ഇവരുടെ അരികിലേക്ക് ഈശോ നീ ഇറങ്ങി വരണമേ. ഹാലലുയ ഹാലലുയ. കരയുന്ന മക്കളുടെ കണ്ണുനീർത്തുള്ളികളെ ഈശോ ഈ സമയം നീ ഒപ്പിയെടുക്കണമേ. ഹാലലുയ 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 ഹാലലുയ. ഇന്ന് പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന മക്കളെ എല്ലാവരെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹാലലുയ 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 ഹാലലുയ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈശോയെ നന്ദി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഈശോയെ. ഈ ജീവിതം പോലും നിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയായി അർപ്പിച്ചാലും മതിയാവില്ല ഈശോ. ഹാലലുയ ഹാലലുയ. നന്ദി ഈശോയെ. നന്ദി 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 നന്ദി. പരിശുദ്ധൻ 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 ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം
പൊറുക്കുവാനും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.